അങ്ങനെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ടാറ്റ ഒരു പുതിയൊരു ഇലക്ട്രിക് വണ്ടിയായിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഏറെ നാളായിട്ട് നമ്മളെല്ലാവരും കാത്തിരുന്നൊരു അനൗൺസ്മെൻ്റ് ആണിത്. അത് വേറെ ഒന്നുമില്ല, ടാറ്റയുടെ പഞ്ച് എന്നുള്ള വേരിയൻറ്റ് EV സെഗ്മെൻറ്റിൽ അവർ ലോഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ കുറേ 2-2.5 വർഷമായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല കുറേ സ്പൈ ഇമേജസ് എല്ലാം നമ്മൾ കാണുന്നുണ്ടായിരുന്നു ഈ വണ്ടിയുടെ. കാരണം ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഫാസ്റ്റ് മൂവിങ് ഒരു വണ്ടിയാണ് പഞ്ച്. ഇപ്പോൾ നെക്സോൺ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ടോപ്പായിട്ട് പോകുന്നത് പഞ്ച് തന്നെയാണ്. അപ്പോൾ അവരുടെ ഇലക്ട്രിക് വേരിയൻ്റ് എന്ന് പറയുന്നത് എല്ലാ ആൾക്കാരും നമ്മൾ കാത്തിരുന്നതാണ്. അപ്പോൾ ഈ വണ്ടി വന്നിട്ട് ടാറ്റയുടെ ഭാഗത്ത് 4ാമത്തെ വേരിയൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ടിഗോർ ഉണ്ട്, ടിയാഗോ ഉണ്ട്, അതുപോലെ നെക്സോൺ ഉണ്ട്. അപ്പോൾ നെക്സോൺ നമുക്ക് ഫാസ്റ്റ് മൂവിങ് വെഹിക്കിളാണ്. അപ്പോൾ അതിനൊപ്പമാണ് ഇപ്പം പഞ്ച് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെ വേരിയൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കാര്യമായിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വേരിയൻസ് പറയുന്നുണ്ട്, ഫീച്ചേഴ്സ് പറയുന്നുണ്ട്, എത്ര ബുക്കിംഗ് എമൗണ്ട്, അപ്പോൾ എല്ലാ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെയിൻ വ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ടാറ്റയുടെ ഭാഗത്ത് നിന്ന് സന്തോഷ വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ വേറെ ഒന്നുമില്ല, നമ്മളെല്ലാവരും ഏറെ നാളുടെ കാത്തിരുന്ന പഞ്ച് ലോഞ്ച് ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിന് സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോക്കകത്ത് മാക്സിമം ഡീറ്റെയിൽസ് ഞാൻ പറയുന്നുണ്ട്. അതായത് ഇതുവരെ കിട്ടിയിരുന്ന കൺഫേംഡ് ഇൻഫർമേഷൻ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ അതിന് സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാവേ. ആ വീഡിയോ പോകുന്ന മുന്നേയായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നിൽക്കുന്ന ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സ് ഇട്ടാൽ മതി, ഞാൻ ആൻസർ ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ ജസ്റ്റ് ഈ വണ്ടി കാണുകയാണെങ്കിൽ നമുക്കത് സാധാരണ ഒരു പെട്രോൾ വണ്ടിയായിട്ട് തോന്നുള്ളൂ. പക്ഷേ ആക്ച്വലി അങ്ങനെയല്ല. ടാറ്റയുടെ ജനറേഷൻ 2 EV ആർക്കിടെക്ചറിൽ പണിയുന്ന ആദ്യത്തെ വണ്ടിയാണിത്. ആദ്യത്തെ പറയാൻ പറ്റില്ല, എനിക്ക് നെക്സോൺ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിന് ശേഷം വന്നിരിക്കുന്ന വണ്ടിയാണിത്. അപ്പോൾ അത് കാരണം നോക്കുമ്പോൾ അറിയാം, ജനറേഷൻ 2 എന്ന് പറയുമ്പോൾ ധാരാളം കുറേ സ്പേസും എല്ലാം കൺസിഡർ ചെയ്തിട്ടായി വണ്ടി ഇറക്കുക. അപ്പോൾ അത് സത്യമാണ്. അപ്പോൾ അതിൻ്റെ ഫ്ലാറ്റ് ഫുട്ബോർഡ് സ്പേസ് വരുന്നുണ്ട്. അത് മാത്രമല്ല നമുക്ക് ട്രാൻസ്മിഷൻ ടണൽ വരുന്നില്ല. അപ്പോൾ നമുക്ക് നാച്ചുറലി വണ്ടിക്കകത്തും അതുപോലെ വണ്ടി ഡിക്കിയിലും നല്ല ധാരാളം സ്പേസ് വരും. അത് മാത്രമല്ല നമുക്ക് വെയിറ്റ് ബാലൻസും എല്ലാം കറക്റ്റ് ആവും. ബാറ്ററിയുടെ പൊസിഷനിങ് ഒക്കെ അടിയിൽ ഫ്ലോർ ബോർഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റ് ആവും. അപ്പോൾ കൂടുതൽ റേഞ്ച് കിട്ടും. അപ്പോൾ കംപ്ലീറ്റ് ഒരു റീഡിസൈൻ ചെയ്തിട്ടാണ് വണ്ടി ഇറങ്ങുന്നത്. അപ്പോൾ ആക്ച്വലി ജനറേഷൻ 2 എന്ന് പറയുന്നത് എല്ലാ ആൾക്കാരും കാത്തിരുന്നൊരു ജനറേഷൻ തന്നെയാണത്. കാരണം നമുക്ക് ജനറേഷൻ 1 വണ്ടിക്കകത്ത് കുറേ ഇഷ്യൂസൊക്കെ ഉണ്ട്. കാരണം വേറെ ഒന്നുമല്ല, നമ്മളിപ്പം പെട്രോൾ എഞ്ചിൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പെട്രോളിൻ്റെ ഡീസൽ ഉണ്ട്. അപ്പോൾ ആ എഞ്ചിൻ മാറ്റിയിട്ട് അതിന് സ്ഥാനത്ത് നമ്മൾ മോട്ടറും ബാറ്ററി വെക്കുമ്പോൾ കുറേ നമുക്കിപ്പോൾ എന്താ പറയുക, കുറേ ഇഷ്യൂസ് കാണാറുണ്ട്. ആ കറക്റ്റ് പ്ലാറ്റ്ഫോം വരാറില്ല. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിയിട്ട് ജനറേഷൻ 2 EV അത് ഇറക്കുന്ന സമയത്ത് ടാറ്റ ഇതൊക്കെ മാറ്റും എന്നാണ് അത് പറഞ്ഞിരുന്നത്. അപ്പോൾ അത് ജസ്റ്റ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. അതിനൊപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ടാറ്റ അറിയപ്പെടുന്നത് സേഫസ്റ്റ് കാർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അത് അവർ ഇതിലും മെയിൻറ്റെയിൻ ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 5 സ്റ്റാർ റേറ്റിംഗ്, അതായത് ഗ്ലോബൽ NCAP റേറ്റിംഗ് ഒക്കെ 5 സ്റ്റാർ കിട്ടുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കൺഫേം ന്യൂസ് വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് 5 സ്റ്റാർ കിട്ടാനാണ് ചാൻസസ് കൂടുതൽ. കാരണം പെട്രോൾ വേരിയന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ പഞ്ച് ആക്ച്വലി 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള വണ്ടി തന്നെയാണ്. അപ്പോൾ എന്തായാലും ജനറേഷൻ 2 ആർക്കിടെക്ചറിൽ തീർച്ചയായിട്ടും വണ്ടിക്ക് 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും ഡീറ്റെയിൽസ് പുറത്ത് വിട്ടിട്ടില്ല കമ്പനി. അപ്പോൾ ഉടനെ ഈ വരുന്ന ആഴ്ചകളിൽ അതിന് പുറത്ത് വിടുന്നതാണ്. അപ്പോൾ സമയത്ത് വീഡിയോ ചെയ്യാം. അപ്പോൾ അതിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞതാണ്. അടുത്ത നമ്മൾ വേരിയൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് വരുന്നത് 2 ബാറ്ററി പാക്ക് ഓപ്ഷൻസിലാണ് വണ്ടി വരുന്നത്. ഒന്ന് സ്റ്റാൻഡേർഡ് റേഞ്ചും ഒന്ന് ലോങ് റേഞ്ചും. ഈ 2 വേരിയൻ്റ് ഓപ്ഷൻസിലാണ് വരുന്നത്. ഈ സ്റ്റാൻഡേർഡ് വേരിയൻറ്റിൽ തന്നെ നമുക്ക് 5 ഓപ്ഷൻസ് വേറെ വരുന്നുണ്ട്. അത് ആദ്യത്തെ ഒന്ന് സ്മാർട്ട്, രണ്ടാമത്തെ സ്മാർട്ട് പ്ലസ്, മൂന്നാമത്തെ അഡ്വഞ്ചർ, നാലാമത്തെ എംപവേർഡ്, അഞ്ചാമത്തെ എംപവേർഡ് പ്ലസ്. ഇത് അഡ്വഞ്ചറും എംപവേർഡ് പ്ലസും ലോങ് റേഞ്ച് ഓപ്ഷൻസിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത നമ്മൾ ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിൻലി ടോപ്പ് ഫീച്ചേഴ്സ് എന്ന് പറയാനുള്ളത് ഒന്ന് 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്, ഫ്രണ്ടിൽ വെന്റിലേറ്റഡ് സീറ്റ്സ് വരുന്നുണ്ട്, കൂടാതെ 10.25 ഇഞ്ചിൻ്റെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്, ഹർമാൻ്റെ സിസ്റ്റമാണ് വരുന്നത്. പിന്നെ ഒരു ഫുൾ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ക്ലസ്റ്റർ വരുന്നുണ്ട്. അതിനൊപ്പം തന്നെ നമുക്ക് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വിത്ത് ഓട്ടോ ഹോൾഡ് വരുന്നുണ്ട്. അങ്ങനെ ധാരാളം നല്ല നല്ല ഫീച്ചേഴ്സായിട്ടാണ് വണ്ടി ഇറങ്ങുന്നത്. കൂടാതെ ഒരു ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ വരുന്നുണ്ട്. നമ്മൾ ഓരോ വേരിയൻ്റ് എടുത്തെടുത്ത് നോക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ബേസ് വേരിയൻറ്റ് പറയാം. ആ സ്മാർട്ട് എന്നുള്ള വേരിയൻ്റ് ആണ്. അതിൽ മെയിൻ ഫീച്ചേഴ്സ് പറയുന്നത് LED ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്, വിത്ത് സ്മാർട്ട് DRLs വരുന്നുണ്ട്, ഡിജിറ്റൽ DRLs വരുന്നുണ്ട്. കൂടാതെ മൾട്ടി മോഡ് റീജൻ വരുന്നുണ്ട്, പിന്നെ ESP വരുന്നുണ്ട്, കൂടാതെ 6 എയർ ബാഗ്സ് സ്റ്റാൻഡേർഡ് വരുന്നുണ്ട്. അപ്പോൾ എത്രയും ഫീച്ചേഴ്സാണ് മെയിൻലി സ്മാർട്ട് എന്നുള്ള വേരിയൻറ്റിൽ കൊടുക്കുന്നത്. അടുത്ത നമ്മൾ അഡ്വഞ്ചർ പറയുകയാണെങ്കിൽ സ്മാർട്ടിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. അത് കൂടാതെ നമുക്ക് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്, ഫ്രണ്ട് ഫോഗ് ലാമ്പ് വിത്ത് കോർണറിംഗ് ഫംഗ്ഷൻ വരുന്നുണ്ട്, 7 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട് ഹർമാൻ്റെ, കൂടാതെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വരുന്നുണ്ട്, പിന്നെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വിത്ത് ഓട്ടോ ഹോൾഡ് വരുന്നുണ്ട്. അത് ലോങ് റേഞ്ച് ഓപ്ഷൻസ് മാത്രമേ അതുള്ളൂ. പിന്നെ ജുവൽഡ് കൺട്രോൾ നോബ് വരുന്നുണ്ട്, നമ്മുടെ ഗിയർ നോബ് വന്നിട്ട് കുറച്ചും ഒരു ജുവൽഡ് ഫോമിൽ വരുന്നുണ്ട്. ഈ 2 ഓപ്ഷൻസ് നമുക്ക് ലോങ് റേഞ്ച് മാത്രമേ ഉള്ളൂ. അത് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കും ഈ കൺട്രോൾ നോബിൻ്റെതും ലോങ് റേഞ്ച് വേരിയൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന് കൂടാതെ നിങ്ങൾക്ക് ഓപ്ഷനിലായിട്ട് സൺറൂഫ് വരുന്നുണ്ട്. അടുത്ത നമ്മൾ മൂന്നാമത്തെ ഓപ്ഷനായ എംപവേർഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ സ്മാർട്ടിലും അഡ്വഞ്ചറിലുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അത് കൂടാതെ നമുക്കൊരു 16 ഇഞ്ചിൻ്റെ ഡയമണ്ട് കട്ട് അലോയ് വീൽസ് വരുന്നുണ്ട്, എയർ പ്യൂരിഫയർ വിത്ത് എയർ ക്വാളിറ്റി ഇൻഡെക്സിൻ്റെ ഡിസ്പ്ലേ വരുന്നുണ്ട്, ഓട്ടോ ഫോൾഡിംഗ് ടൈപ്പ് ORVM വരുന്നുണ്ട്, പിന്നെ 7 ഇഞ്ചിൻ്റെ ഡിജിറ്റൽ കോക്പിറ്റ് വരുന്നുണ്ട്, SOS ഫംഗ്ഷൻ വരുന്നുണ്ട്, പിന്നെ 10.25 ഇഞ്ചിൻ്റെ ഒരു HD ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്. അത് ഹർമാൻ്റെ ആണ്. അപ്പോൾ അറിയാമല്ലോ, ഹർമാൻ്റെ സിസ്റ്റം നമുക്ക് അറിയാം, വളരെ ഫേമസ് ആയിട്ട് ബ്രാൻഡ് തന്നെയാണ്. അപ്പോൾ അത് ഇതിൽ വരുന്നുണ്ട്. അതിനൊപ്പം നിങ്ങൾക്ക് സൺറൂഫ് ഓപ്ഷൻ വരുന്നുണ്ട്, കൂടാതെ ഡ്യുവൽ ടോൺ ഓപ്ഷൻസ് വരുന്നുണ്ട്.
അടുത്ത നമ്മൾ എംപവർ പ്ലസ് എന്നുള്ള വേരിയൻറ്റ് പറയുകയാണെങ്കിൽ ഇത്ര ഞാൻ പറഞ്ഞ എല്ലാ വേരിയൻസും കൂടാതെ നിങ്ങൾക്ക് ലെതറൈറ്റ്സിന് സീറ്റ്സ് വരുന്നുണ്ട്, 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്, ഒരു ബ്ലൈൻഡ് സ്പോട്ട് മിറർ വരുന്നുണ്ട്, വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റ്സ് വരുന്നുണ്ട്, RKDV എന്നുള്ള ആപ്പ് സ്യൂട്ട് വരുന്നുണ്ട്. ഇത് നല്ല ഫേമസ് ആയിട്ടുള്ള ആപ്പാണ്, നല്ല നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ നെക്സോണിലുള്ള അതേ ആപ്പ് തന്നെയാണ് വരുന്നത്, അപ്പോൾ അത് വരുന്നുണ്ട്. പിന്നെ വയർലെസ് സ്മാർട്ട് ഫോൺ ചാർജർ വരുന്നുണ്ട്, 10.25 ഇഞ്ചിൻ്റെ ഒരു ഡിജിറ്റൽ കോക്പിറ്റും വരുന്നുണ്ട്. അടുത്ത നമ്മൾ കളേഴ്സ് നോക്കുകയാണെങ്കിൽ ആക്ച്വലി വരുന്ന 5 കളർ ഓപ്ഷൻസിലാണ്. ഒന്ന് വന്നിട്ട് എംപവേർഡ് ഓക്സൈഡ് എന്നുള്ള ഡ്യുവൽ ടോൺ കളർ, സീവീഡ് ഡ്യുവൽ ടോൺ കളർ, ഫിയർലെസ് റെഡ് ഡ്യുവൽ ടോൺ, പിന്നെ ഡേറ്റോണ ഗ്രേ ഡ്യുവൽ ടോൺ വരുന്നുണ്ട്, പ്രിസ്റ്റൈൻ വൈറ്റ് ഡ്യുവൽ ടോൺ. അങ്ങനെ 5 കളർ ഓപ്ഷൻസിലാണ് വണ്ടി വരുന്നത്. നമ്മൾ സേഫ്റ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ടാറ്റ വളരെ ഫേമസ് ആണ് സേഫ്റ്റി കേസിൽ. അപ്പോൾ 5 സ്റ്റാർ NCAP റേറ്റിംഗ് കിട്ടുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. കൂടാതെ നമുക്ക് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് വരുന്നുണ്ട്, ESP വരുന്നുണ്ട്, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വരുന്നുണ്ട്, വിത്ത് ഓട്ടോ ഹോൾഡ് ഫംഗ്ഷൻ വരുന്നുണ്ട്. അതുകൂടാതെ നമുക്കിപ്പോൾ 2 ഫ്രണ്ടിലും ബാക്കിലും വന്നിട്ട് റിയർ ഡിസ്ക് ബ്രേക്സ് വരുന്നുണ്ട്. അത് ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്കാണ്. അടുത്ത നമ്മൾ റേഞ്ച് നോക്കുകയാണെങ്കിൽ റേഞ്ചിൻ്റെ കറക്റ്റ് എക്സ്പെക്ടേഷൻസ് മാത്രമേ ഉള്ളൂ, കറക്റ്റ് റേഞ്ച് അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് വേരിയൻറ്റിൽ 300-350 കിലോമീറ്റർ റേഞ്ചും ലോങ് റേഞ്ചിൽ 400-450 കിലോമീറ്റർ റേഞ്ചാണ് എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത്. ഇത് ആക്ച്വലി കൺഫേംഡ് ന്യൂസ് അല്ല, കാരണം ടാറ്റയുടെ ഭാഗത്ത് നിന്ന് ഒരു റേഞ്ച് അനൗൺസ്മെൻറ്റ് വന്നിട്ടില്ല. അപ്പോൾ വരുന്ന ആഴ്ചകൾ ഉണ്ടാവും, നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും. അടുത്ത നമ്മൾ ബുക്കിംഗ്സ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രീ ബുക്കിംഗ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് 21,000 രൂപ വണ്ടി പ്രീ ബുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വണ്ടി വന്ന് കഴിയുമ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് ഫുള്ളി റീഫണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. ചെയ്യേണ്ടത് നിങ്ങൾ ഏറ്റവും നിയറസ്റ്റ് ഉള്ള ടാറ്റയുടെ ഷോറൂമിൽ ചെല്ലുക, അവിടുന്ന് പ്രീ ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അടുത്ത പ്രൈസ് വെച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പ്രൈസ് പുറത്ത് വിട്ടിട്ടില്ല. അപ്പോൾ വരുന്ന മുറയ്ക്കും വീഡിയോ ചെയ്യുന്നതാണ്. എന്തായാലും ഈ ആഴ്ചക്കുള്ള പ്രൈസ് അനൗൺസ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു പ്രൈസ് സെഗ്മെൻറ്റിൽ വണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ക്ലിക്ക് ആൻ ചാൻസ് വണ്ടിയാണ്. കാരണം ടാറ്റ നമുക്ക് എല്ലാവർക്കും അറിയാം നല്ല വിശ്വാസമുള്ള ബ്രാൻഡ് തന്നെയാണ്. കാരണം എൻ്റെ ഉള്ളത് ടാറ്റ ടിഗോറാണ്. അപ്പോൾ നല്ല വണ്ടിയാണ്. അപ്പോൾ നമുക്ക് നല്ല റേഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, നല്ല ഉടനെ വണ്ടി ഇറങ്ങും നമുക്ക് പ്രതീക്ഷിക്കാം. എന്താ റേറ്റ് കിട്ടുന്ന മുറയ്ക്കും വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് വെച്ചാൽ മതിയേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിരിക്കുന്നു. ഇൻഫോർമേറ്റീവ് തീർച്ചയായും ലൈക്ക് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റേ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റ, ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.